ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസിനും ബി.ജെ.പിക്കും ഒരേ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിട്ടിയ പണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം. ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റില്ല എന്നതാണ് CPM നിലപാട്. ശുദ്ധമായ അഴിമതിയെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് നിയമ നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6000 കോടിയിൽ പരം രൂപ ഈ വന്ന കണക്കനുസരിച്ച് ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ബി.ജെ.പിക്ക് മാത്രമല്ല ലഭിച്ചത്, മറ്റു പല പാർട്ടികളും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൈക്കലാക്കിയിരിക്കുന്നു. കോൺഗ്രസ് മോശമല്ലാത്ത തുകയാണ് കൈപ്പറ്റിയത്. ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം വന്നപ്പോ ഇത് ശുദ്ധമായ അഴിമതിയാണ് എന്ന് പറഞ്ഞ പാർട്ടികൾ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില്ലിക്കാശ് ഞങ്ങൾ വാങ്ങില്ല എന്ന നിലപാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിഷ്ണു, എങ്ങനെയുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ തുടക്കം? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ലിബീഷ്, മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ആദ്യ ദിവസമാണെന്ന്. ആദ്യ ദിവസം തിരുവനന്തപുരം മണ്ഡലത്തിലെ 3 പ്രദേശത്താണ് ഈ മുഖ്യമന്ത്രി പര്യടനം നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ നെയ്യാറ്റിൻകരയിലായിരുന്നു ആദ്യം മുഖ്യമന്ത്രി എത്തിയത്. ആ നെയ്യാറ്റിൻകരയിലെ പരിപാടിയിൽ എത്തിയ മുഖ്യമന്ത്രി ബി.ജെ.പിക്കെതിരെയും കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ബി.ജെ.പിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പ്രധാനമായും ഈ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കേന്ദ്രം ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ അത് അപകടപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ നില അത്തരത്തിൽ അതീവ ഗുരുതരമാണെന്നും മറ്റു രാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നതടക്കമുള്ള ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നരേന്ദ്രമോദി പരാജയപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും 2004 വാജ്പേയി സർക്കാർ പറഞ്ഞത് ഒന്നുകൂടി ഓർക്കണം എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പറഞ്ഞ കാലവും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിലുള്ള വ്യാപകമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നതിന്റെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹം വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ജനങ്ങൾക്ക് LDFനോട് ഒരു തരത്തിലുള്ള വിരോധവുമില്ല, എന്നാൽ UDF ആണല്ലോ ഇനി മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ളതെന്നും ഒരു ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത് UDF ആണെന്നും ജനങ്ങൾ കണക്ക് കൂട്ടിയതുകൊണ്ടും രാഹുൽ ഗാന്ധിയാണ് ഇനി മുന്നിൽ അടുത്ത പ്രധാനമന്ത്രിയായി നിൽക്കുന്നതെന്നുള്ള പ്രചാരണം നിലനിന്നത് കൊണ്ടുമാണ് കൂടുതൽ വോട്ടുകൾ ലഭിച്ചതെന്നും UDF ഈ കൂടുതൽ സീറ്റുകൾ നേടിയത് സംസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും എന്താണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത്, MP-മാർ എന്ത് ചെയ്തു സംസ്ഥാനത്തിന് വേണ്ടിയെന്നും അദ്ദേഹം ചോദിച്ചു. ബി.ജെ.പിയുടെ പല നിലപാടുകൾക്കെതിരെയും ശബ്ദിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വ്യാപകമായ ഒരു പ്രതിഷേധമാണ് മുഖ്യമന്ത്രി ഇന്ന് പരിപാടിയിലൂടെ അറിയിച്ചത്. അതേസമയം തന്നെ കേരളത്തിലെ നികുതി വിഹിതം വെട്ടിക്കുറച്ചതും കേരളത്തിന്റെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയത് അടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നീട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചും വ്യക്തമാക്കിയിരുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം തട്ടിയെടുക്കാനുള്ള തന്ത്രമാണ് ബി.ജെ.പി നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹം വ്യക്തമായി പറയുന്നത് ബി.ജെ.പി ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം തട്ടിയെടുക്കാൻ പല മാർഗങ്ങൾ സ്വീകരിച്ച് ED അയച്ച് പല രാഷ്ട്രീയക്കാരെയും ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു ഘട്ടം. പണം നൽകിയാൽ മാത്രം കേസിൽ നിന്ന് ഒഴിവാകുമെന്നുള്ള ഭയത്തിൽ പലരും ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഉണ്ടാകുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങൾക്കൊപ്പം തന്നെ കോൺഗ്രസിന്റെയും നിലപാട് ബി.ജെ.പിയുടെ പോലെ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ വലിയൊരു തുക കോൺഗ്രസിനും ലഭിച്ചു. ബി.ജെ.പിയുടെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അതിന്റെ ഒരു വലിയൊരു തുക കോൺഗ്രസിന് ലഭിച്ചു. കിട്ടിയ പണത്തിന്റെ കണക്കിൽ മാത്രമാണ് വ്യത്യാസം, നിലപാടിൽ വ്യത്യാസമില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കേരള സംസ്ഥാന സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്നും പണം ലഭിക്കുന്നതിനെ എതിർത്തുവെന്നും അതനുസരിച്ച് സുപ്രീം കോടതിയിൽ വരെ പരാതി നൽകിയും നടക്കുമുള്ള ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുകയാണ്.